അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 12 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്, വലിയ പഴക്കമില്ലാത്തൊരു സൂപ്പർ വീട്. ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട്ടിൽ വെള്ളത്തിനായിട്ട് ഓപ്പൺ വെൽ കിണറാണുള്ളത്. വെള്ളം വറ്റാത്ത സാധാരണ നാടൻ കിണറുണ്ട്. ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. ഇതിലേക്കുള്ള വഴിയാണിത്. നേരെ ഫ്രണ്ട് ഭാഗം ടാറിട്ട റോഡാണ് ഫ്രണ്ടേജ് വരുന്നത്. അതായത് ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്ക് ഭാഗത്തായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല ഒഴിഞ്ഞിടക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു വീടും കൂടെ നിർമ്മിക്കണമെങ്കിൽ അതിന് ഈ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ട്, ഏരിയ ഉണ്ട്. ഇവിടെ മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ള അതിലെല്ലാം ക്ലിയർ ആണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീട്. നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു എൽ ഷേപ്പിലുള്ളൊരു സിറ്റിംഗ് ഏരിയ തിണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡ് ടൈല്. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയയിൽ ഇത് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പില്ലറിലൊക്കെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം. ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിന് ചാരിയിട്ട് ഇവിടെ 2 കള്ളിയുടെ ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്ലാസ്സിൽ നല്ല എച്ചിങ് വർക്കെല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട്ടിൽ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് 2 കോമൺ ബാത്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. സിറ്റ് ഔട്ട്, വലിയ ഹാള്, ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഫസ്റ്റ് കയറി വരുന്നത് സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. വീടിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള നല്ല വെട്രിഫൈഡ് ടൈലാണ്. ഹാളിൽ തന്നെ വലിയ രീതിയിലുള്ള ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. നല്ല വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീടാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൂപ്പർ വീട് തന്നെയാണ്. ഹാളിൽ തന്നെ ഇവിടെ സോഫ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോർണർ ലുക്കിലുള്ള സോഫ സെറ്റൊക്കെ ഹാളിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് കണ്ടോ, നല്ല ഐവറി ഷെയ്ഡിൽ, ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ റേസിങ് സ്റ്റെപ്പ് ഭാഗം സ്റ്റോൺ ലുക്കിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്റ്റെയറിന് ഹാൻഡ് റെയിൽ വെച്ചിട്ടില്ല. ഇനി ആ ഒരു വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഇതുണ്ട്, ഹാൾ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ്. ഓക്കെ, ഈ സെറ്റ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ റൂം തന്നെയാണ്. ഇനി സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട്. ചുമലിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ നോർമൽ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള നല്ലൊരു ലുക്കുള്ളൊരു ബാത്റൂം. ഇതാണ് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം വരുന്നത്. റൂമുകൾ ആവറേജ് സൈസ് ഉണ്ട്. 10-11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ ഒരു ബെഡ്റൂമാണിത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് തോന്നുന്നു. ഇതിൽ 2 കട്ടിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു ഡബിൾ കോട്ടും ഒരു സിംഗിൾ കോട്ടും വലിയ 2 കട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ റൂം അത്യാവശ്യം സൈസ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ മുകൾ ഭാഗത്ത് ഇവിടെ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. നല്ല ഭംഗിയുള്ള ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ കോർണറിലായിട്ട് ഒരു ചെറിയ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഡൈനിങ് ഹാള്. അപ്പോൾ 2 ബെഡ്റൂം, വലിയൊരു ഹാളും കൂട്ടാണ്ട് മൂന്നാമത് വലിയൊരു ഡൈനിങ് ഹാള്. ഇവിടെ ചുമരിൽ ഇവിടെയൊക്കെ റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ട് ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം മിറർ ഉണ്ട്.
ഇവിടെയും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇനി കിച്ചൺ, ഇവിടെ എടുത്തു പറയേണ്ടത് ഒന്നാണ് ഈ വീട്ടിലെ കിച്ചണ്. ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇവിടെ കിച്ചൺ സ്ലാബ്, കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ നല്ല രീതിയിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊരു പുകയില്ലാത്ത ആലുവ അടുപ്പ്, ഇവിടെ ഷോക്കേസ് അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഭാഗം റാക്കുണ്ട്. കിച്ചനോട് ചാരിയിട്ട് വലിയൊരു വർക്ക് ഏരിയ, നല്ല എൽ ഷേപ്പിലുള്ള വലിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇവിടെ ഈ സ്ലാബിന് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ള ഗ്രാനൈറ്റ് ആണ്. ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് നല്ല വുഡൻ രീതിയിലുള്ള ചെക്ക് രീതിയിലുള്ള സെറാമിക് ടൈലാണ്. ഇവിടെ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബിലൊക്കെ ഗ്രാനൈറ്റ് ആയിട്ടുള്ളത്. ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ പാത്രങ്ങൾ കഴുകാനുള്ളത്. ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത്, റൂഫ് ചെയ്തിട്ടുള്ളത് ഓടാണ്. ഇതിൻ്റെ ആ ഭാഗത്ത് എൻഡിലായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, ഒരു വാഷ് ബേസിൻ ഉണ്ട്, വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ ഉൾഭാഗമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. വീടിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത് വസ്ത്രങ്ങളൊക്കെ അലക്കിയിടാൻ പറ്റുന്ന രീതിയിൽ ഡ്രസ് വർക്ക് ചെയ്തതാണ്. ഒരു ചെറിയ ഏരിയ, ഈ ഒരു ഏരിയ. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾക്ക് 2-3 റൂംസ് എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. തറക്ക് അടിഭാഗം അതിനുള്ള സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇതിൻ്റെ അയൽവാസികളൊക്കെ ഇവിടെ കണ്ടു. ഇവിടെയൊക്കെ നിരവധി VIP വീടുകളാണ് ഇതിൻ്റെ ചുറ്റും കാണുന്നത്. പിൻഭാഗത്തും ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ കാണുന്നത് വലിയൊരു JTS സ്കൂളാണ്. പോളിടെക്നിക് കോളേജ്, JTS സ്കൂള്, കൊമേഴ്സ്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനൊക്കെ ആ ഒരു കോമ്പൗണ്ടിലാണുള്ളത്. മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകൾ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊന്ന് കാണിക്കാം. ഈ വീടിൻ്റെ പിൻഭാഗമാണിത്. ഇതിൻ്റെ നേരെ ബാക്കിൽ കാണുന്ന കെട്ടിടങ്ങളും വീടുകളൊക്കെയാണിത്. 12 സെൻറ്റ് സ്ഥലമുള്ളത്. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ വീട്ടിൽ. നല്ല നീറ്റായിട്ടുള്ള വലിയൊരു പഴക്കമില്ലാത്ത വീട് കേട്ടോ. പുതിയ വീട് അങ്ങനെ തന്നെ പറയാം. വലിയൊരു പഴക്കമില്ലാത്ത നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ്. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളാണിത്. ഈ വീട് നിൽക്കുന്നത് പിൻഭാഗത്താണ്. 12 സെൻറ്റിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യമുണ്ട്. ഈ ഒരു ഏരിയയാണ് വർക്ക് ഏരിയയുടെ ഭാഗം. വർക്ക് ഏരിയയുടെ ഭാഗത്ത് മുകൾ ഭാഗമൊക്കെ ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, മാവ്, റംബുട്ടാൻ അങ്ങനെ നിരവധി മരങ്ങൾ, ഫലവൃക്ഷ തൈകളൊക്കെ ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. കുരുമുളക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് കാണുന്നതൊക്കെ. ഇവിടെയാണ് ഫ്രണ്ട് ഭാഗത്താണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. അടിഭാഗം റിങ് ഇട്ടതാണ്. 12 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വലിയ പഴക്കമില്ലാത്ത നല്ലൊരു സൂപ്പർ വീട്. വെള്ളം പറ്റാത്ത കിണറുണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. ടാറിട്ട റോഡുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം 150 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴിദൂരമുള്ളൂ. തൊട്ടടുത്തായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതായത് മഞ്ചേരി ടൗണിൽ നിന്ന് കീഴ്ശ്ശേരി റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. മഞ്ചേരി ടൗണിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരം, 2 കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത്. JTS എന്ന് പറയും. ഈ JTS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പോളിടെക്നിക് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ്റെ ഒക്കെ വർക്ക് അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കൊമേഴ്സ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട് ഈ JTS എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ JTS എന്ന് പറയുന്ന ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഏകദേശം 150 മീറ്റർ ദൂരപരിധിയാണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം. സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ്. മഞ്ചേരി ടൗണാണ്. അപ്പോൾ നമ്മൾ വില പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് അത്യാവശ്യം സ്ഥലമുണ്ട്. 12 സെൻറ്റ് സ്ഥലമുണ്ട്. 3 സെൻറ്റോ 4 സെൻറ്റോ അങ്ങനെയല്ല, 12 സെൻറ്റ് സ്ഥലമുണ്ട്. വലിയ വീടുണ്ട്. സ്ഥലത്തിന് അവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. നല്ല VIP ഏരിയയാണ്. തൊട്ടടുത്തൊക്കെ നിരവധി വലിയ വലിയ വീടുകളൊക്കെ സ്ഥിതി ചെയ്തിട്ടുണ്ട്. സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.